ഹലോ, വെൽക്കം ടു കെറ്റ്ലാൻഡ് ക്രാഫ്റ്റ്സ്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ സൺഡേ നമുക്ക് മട്ടൺ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കറിലേക്ക് സവാളയും ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞത് നമുക്ക് ഓയിലൊഴിച്ച് നല്ലതായിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റാം. അതിന് വേണ്ടി നമുക്ക് അടച്ചൊന്ന് വയ്ക്കാം. ചെറിയ തീ വെച്ചാൽ മതി. പിന്നെ നമുക്ക് കറിവേപ്പില എത്രയും നല്ലപോലെ തന്നെ ഇടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്രീൻ ചില്ലിയും പേസ്റ്റ് ചെയ്തത് നല്ലതായിട്ട് പേസ്റ്റ് ചെയ്ത് വേണം ഇടാൻ. അത് നല്ലതായിട്ടൊന്ന് ഇട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ നല്ലതായിട്ടൊന്ന് വഴറ്റി വധി കഴിയുമ്പോൾ 1/2 കിലോ മട്ടനും 1/2 കിലോ പൊട്ടാറ്റോയും കൂടി നമുക്ക് ഒരുമിച്ചിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. മട്ടന് നമുക്ക് വെള്ളം ഓൾറെഡി ഉള്ളത് കൊണ്ട് ആ മട്ടൻ്റെ വെള്ളത്തിൽ വേണം ഇതെല്ലാം വഴറ്റിയെടുക്കാൻ. അതുപോലെ തന്നെ മട്ടൻ മസാല, നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് വഴറ്റി കൊടുക്കാം. ഓയിലും പിന്നെ ഉപ്പൊന്നും ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കണം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഏകദേശം വെള്ളമെല്ലാം പറ്റി മസാലയെല്ലാം മട്ടനെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ചൂടുവെള്ളത്തിൽ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് പൗഡറാണ് ഞാൻ ചേർത്തേക്കുന്നത്. അത് 2 കപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 6 വിസിൽ കേൾപ്പിക്കാം. അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എല്ലാം ഒന്ന് വെള്ളം വറ്റിയിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട്. വെന്തിട്ടില്ല എങ്കിൽ ഒരു 2 വിസിലും അടിച്ചു കൊടുക്കാം. നമുക്കിന്ന് കടുക് വറുക്കാം. കടുക് വറുക്കാൻ വേണ്ടി കോക്കനട്ട് ഓയിലും ചെറിയ ഉള്ളിയും ഡ്രൈ ചില്ലിയും കറി ലീവ്സും ഇട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ മട്ടൻ അതിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും മട്ടൺ പൊട്ടറ്റോ കറി വെക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നല്ല ടേസ്റ്റാണ്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് പൊട്ടറ്റോ ഇടാതെ മട്ടൺ വയ്ക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. നല്ല ഇച്ചിരി കുറുകിയൊക്കെ വന്ന് തുടങ്ങി. ചോറിനോ പൊറോട്ടയ്ക്കോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മട്ടൺ പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൺഡേ ആയിട്ട് ഞങ്ങൾക്കിന്ന് പിന്നെ എനിക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടി ഫ്രൈസ് വേണം. ഫ്രൈസ് ഉണ്ട്. പിന്നെ അയലക്കറി മമ്മി പച്ചത്തേങ്ങ അരിച്ചിട്ട് അയലക്കറി വെച്ചു. നമുക്ക് ജമ്മുവിലെ ഫിഷ് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്പോർട്ട് കമ്പനിയിൽ പോയി വേണം മേടിക്കാൻ. അപ്പം അത്ര ഫ്രഷ് അല്ലായിരുന്നു ഈ പ്രാവശ്യം കിട്ടിയത്. പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറ്, ചപ്പാത്തി, പപ്പടം, പിന്നെ എഗ് പ്ലാന്റ് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ മട്ടൻ കറിയും മോരുകറി, പച്ചമോര് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, സീ യു ലൈറ്റർ.